ഹലോ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെ കുട്ടികളെ കൺട്രോൾ ചെയ്യാം, ഡിവൈസ് കൺട്രോൾ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ കുട്ടികളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അവരുടെ ഡിവൈസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഇതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോവുക, ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്നുള്ളത്. ഗൂഗിൾ ഫാമിലി ലിങ്ക് വരുമ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ആപ്ലിക്കേഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഡിവൈസിലിടുക. അതിനുശേഷം നിങ്ങളുടെ കുട്ടികളുടെ ഡിവൈസ് എടുക്കുക. അവരുടെ ഡിവൈസിൽ ഒരു അക്കൗണ്ടേ മെയിൻറ്റെയിൻ ചെയ്യാവുള്ളൂ. ബാക്കി എല്ലാ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം അവരുടെ അക്കൗണ്ടിൽ മെയിൻ സെറ്റിങ്സ് ഓപ്പൺ ആക്കി അവരുടെ ഹോം പേജിൽ പോവുക. ഹോം പേജിൽ മോർ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. മോർ സെറ്റിങ്സ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും പേരൻറ്റ് കൺട്രോൾ. അവിടെ പോയിട്ട് നിങ്ങൾ പ്രോപ്പർലി സെറ്റ് ചെയ്യണം. ആരാണോ പേരൻറ്റ് അവർ പേരൻ്റ് അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം സെലക്ട് ചെയ്യുക. കൺട്രോൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം ചൈൽഡിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് പാസ്വേഡ് ലോഗിൻ ചെയ്ത് സെറ്റപ്പ് ചെയ്യുക. അതിനുശേഷം ചൈൽഡിൻ്റെ ഡിവൈസ് ഓഫ് ചെയ്യുക. പിന്നീട് പേരൻറ്റ് ഡിവൈസിലേക്ക് വന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ഫാമിലി ലിങ്ക് ഓപ്പൺ ചെയ്യാം. എങ്ങനെയാണ് ഫാമിലി ലിങ്ക് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഫാമിലി ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസസ് ഓട്ടോമാറ്റിക്കലി ഫാമിലി ലിങ്കിൽ അപ്പിയർ ആവും. ഇതിപ്പോൾ എൻ്റെ മോളുടെ അക്കൗണ്ടാണ്. മോൻ്റെയാണ്. ജിമ്മി എന്നുള്ളത് മോളുടെയാണ്. അപ്പോൾ നമുക്ക് അവരുടെ സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്യുമ്പം നമുക്ക് അവിടെ ഒരു പ്ലസ് മാർക്ക് കാണുന്നുണ്ടല്ലോ, അവിടെ എത്ര ടൈമാണോ അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത് സ്ക്രീന്, അത്രയും ടൈം നമുക്ക് സെറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഡിവൈസ് ഓഫാക്കാം. നമുക്ക് വീണ്ടും പോയി ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നീട് കൺട്രോളുണ്ട്. കൺട്രോളിൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യണോ ആ ആപ്ലിക്കേഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് അലോ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഓഫ് ചെയ്തിരിക്കുന്നതെന്ന്. ജിമെയിലെല്ലാം ഞാൻ അവർക്ക് അലോ ചെയ്തിരിക്കുന്നതാണ്. ക്ലാസ് റൂം അവർക്ക് അലോ ചെയ്തിരിക്കുന്നതാണ്. നെറ്റ്ഫ്ലിക്സ് ബ്ലോക്ക്ഡാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ കാർ ഗെയിംസ് ബ്ലോക്ക്ഡാണ്, റേസിംഗ് ഗെയിം ബ്ലോക്ക്ഡാണ്. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഇതാണ് ഓരോ സ്റ്റെപ്സും, നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സിന്. അപ്പോൾ എല്ലാവരും ഈ സ്റ്റെപ്സ് പ്രോപ്പർലി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഡിവൈസ് നിങ്ങളുടെ കൺട്രോളിൽ വയ്ക്കാൻ പറ്റും.